ടു യൂട്യൂബ് ചാനൽ സിദ്ധി ടോംബ്രാണ്. അപ്പം പുതിയൊരു ട്രിപ്പ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഇട്ടിരുന്ന പോസ്റ്റ് പോലെ ഇന്ന് ഞാൻ ആൻഡമാനിന് പോവുകയാണ്. അപ്പം മൈസൂർ ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റാത്ത ചെറിയ കോപ്പിറൈറ്റ് ഇഷ്യൂസും എഡിറ്റ് ചെയ്യാൻ ചില ടെക്നിക്കൽ പ്രോബ്ലംസും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആൻഡമാനിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പരശുവിൻ്റെ ട്രെയിനിന് കയറിയിട്ട് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വേറെ എവിടെ നിർത്തിയിട്ടാണ് ആൻഡമാൻ പോകുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാണാവേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ പുതിയ മെഡിക്കാണ്. ഇപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ മറ്റേ ശബരിമല സീസൺ ഇവിടെ സാമ്പാരൊക്കെ കയറി AC കമ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഫുള്ള് ചപ്പ് ചവറ് വാരിയിട്ട് കളിച്ച് ഇവിടെ ഫുള്ള് പൂമാലയായിരുന്നു. ഇപ്പം പൂമാലയൊക്കെ നമ്മളെങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണം നടത്തിയ പോലെയാണ്. ഫുള്ള് പൂമാല, അവിടെ സോൻപാപ്പിടി ഇതെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെത്തിയിട്ടാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേഷനിൽ നേരെ എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ദോശയോ വല്ലതും ദോശ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ പോകാം. പപ്പടം ഫ്രണ്ട് ബാലാനി ഫാമിലിയൊക്കെ വരും. നമ്മളപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും ആൻഡമാനിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ കാണാവേ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കാറിൽ മത്തി അടിക്കിട്ട പോലെ ആയിരുന്നു തോന്നുന്നത്, ലഗേജ് എല്ലാം ആയിട്ട്. അപ്പോൾ ഇനി പപ്പയുടെ ഫ്രണ്ട് ബാലാൻഡി ഇങ്ങോട്ടുണ്ട്. ബാലാൻഡി ആയിട്ട് നമ്മൾ നേരെ തന്നെ എയർപോർട്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ റോഡൊന്ന് നോക്കിയൊക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളിനി ചെന്നൈ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ അകത്ത് ചെക്ക് ഇൻ ചെയ്ത് കാണാവേ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് ചെക്ക് ഇൻ ചെയ്ത് അപ്പോൾ ഇവിടെ ബോർഡിംഗ് പാസ് എല്ലാം കൊടുത്ത് എല്ലാം ചെക്കിങ് എല്ലാം കൂടിയിട്ട് നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ പപ്പയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഇതാണ് ബാലു, അത് തുമ്പിച്ചേച്ചി, അത് അരുണങ്കിള്, ഇത് ബാലാൻഡി, ഇതമ്മ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാവേ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. ബോർഡിംഗ് പാസൊക്കെ ഉണ്ട്. നമ്മൾ കയറി ഇപ്പം ഈ സാധനത്തിലാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഫ്ലൈറ്റ് എയറോ ബ്രിഡ്ജ്, അപ്പോൾ ആ സാധനത്തിലാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാവേ. ചെന്നൈ എയർപോർട്ടിലെത്തി. ഇവിടെ എത്തിയപ്പം കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് ഒരു കുതിരയാണ്. ഈ കുതിര
നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇവിടെ ഒരു നടരാജൻ്റെ പ്രതിമയുണ്ട്, കാണിച്ചു തരട്ടോ. നമ്മളിപ്പോൾ ചെന്നൈ എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. കണ്ടോ ഗൈസ്, നടരാജൻ്റെ പ്രതിമയാണ്. അപ്പോൾ എനിക്കൊരു 4:40 അടുത്ത ഫ്ലൈറ്റ്. ഇപ്പം സമയം വെറും 11:30. ഇനി നമുക്ക് 5 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ അത്ര നേരം ഇവിടെ 3 മണിയാണ് ഇമേജ് ചെയ്യണം. സമയം എങ്ങനെയും കാണണം. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ വെച്ച് കാണാവേ. നമ്മൾ ആൻഡമാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന എയർപോർട്ട് ഡിഫൻസ് എയർപോർട്ട് ആയതുകൊണ്ട് വീഡിയോസ് ഇമേജസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് റെയിൻബോ പെടുന്നിടത്തൊരു ഹോട്ടലിൽ കയറി റൂം എടുത്ത് ഇവിടെ എന്തൊരു ഹാർബർ പോലൊരു സ്ഥലത്ത് വന്നിട്ടാണ്. ഇനി ഇവിടെ ചിലപ്പോൾ ബോട്ടിംഗ് എല്ലാം കാണും. അപ്പോൾ ഞാൻ സ്ഥലം കാണിച്ചു തരാവേ. അപ്പോൾ ബോട്ടിൽ വെച്ച് കാണാവേ. ബോട്ട് റൈഡിൽ കയറിയാണ് നിങ്ങളെ സ്ഥലം കാണിച്ചു തരാവേ. നമ്മള് റോസൈലൻഡ് വന്ന് ഇത് ഇങ്ങനെ ആയിരുന്നു പോയത്. എല്ലാവരും നനഞ്ഞ് കുളിച്ച് ഇവിടെ നല്ല മീനിനെ കണ്ടിട്ട് കാണിച്ചു. ഞാൻ റോസൈലിൻ്റെ അകത്ത് കാണിച്ചു തരാവേ. നമ്മൾ മാണ്ടി ഇവിടെ നനഞ്ഞ് ഇതിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഫ്രണ്ടിലാട്ട് നമുക്ക് പുറത്തോട്ട് നേരത്തെ വന്നതിനകത്ത് ഭയങ്കര വെള്ളമൊക്കെ ഇങ്ങനെ ചെയ്യും. നമ്മുടെ മുഖത്തോട്ട് വീട് വരുന്നു, കണ്ണൊക്കെ നീറുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ പോയി ബോട്ടിൽ കയറണം. ബോട്ടിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി ഇവിടുത്തെ എല്ലാം പറഞ്ഞു തരാം കേട്ടോ. चर्च है, प्रेस प्रोटेस्टेंट चर्च है, 1840 में बने वाला चर्च। आगे रोकेगा, बीच में नहीं रोकेगा, हाईएस्ट वन में रोकेगा। यहाँ पे सेक्रेटेरिएट ऑफिस था सची वाले। सेकेंड वर्ल्ड वॉर में बॉम्ब डाल के आइलैंड सब कंडर हो चुका 1942 में। जापान लोग बॉम्ब डाल के। सब कमिश्नर का बंगला था, ओनली स्टेप्स का ही बचा है सर। वहाँ पे बंगला सब कंडर हो गया। कैथोलिक चर्च है। अभी हम लोग पावर हाउस बना के रखा, डीजल से चल रहा है सर पावर हाउस। ना यहाँ पे स्टाफ रूम था ब्रिटिश टाइम का। स्टाफ रूम स्कूल। गाड़ी से राइट साइड देख लेना, बैरक है, ट्रूप्स बैरक है। इसमें 165 सिपाही लोग काम करता था, सोल्जर्स का बैरक था। ट्रूप्स बैरक। हम लोग सी लेवल से 200 फीट ऊपर है। സൂപ്പർ ടാങ്ക് പൊസിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്ത സ്ഥലം നിങ്ങൾ കാണിച്ചു തരാവേ. ഗായ്സ്, നമ്മളിപ്പോൾ സെല്ലുലാർ വീല് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ സെല്ലുലാർ ജൂണിൽ അതും കാണിച്ചു തരാം. കാട് കിട്ടും. വീർ സവാർക്കറിൻ്റെ സെല്ല് സെക്കൻഡ് ഫ്ലോറിലാണ്.
सेकंड फ्लोर കാണിച്ചു തരാം മ്യൂസിയത്തിൻ്റെ അവർ വിശദീകരിക്കുകയാണ്. നമ്മൾ കാലാപ്പാൻ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് അപ്പോൾ ഞങ്ങൾ അടുത്തൊരു സ്ഥലത്ത് ഇന്ന് കാണാം. സെല്ലുലാർ വീലിനകത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് കാണിക്കാൻ പറ്റാഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോവുകയാണ്. ഇനി അടുത്ത ദിവസം നമുക്ക് ലൈഫ് സ്റ്റൈൽ ഗെയിമിങ് ബർത്താങ്ക് ടക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അല്ല നിങ്ങൾക്ക് അടുത്ത വ്ളോഗായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇനി 3 ദിവസം കാണും അല്ലേ? നമ്മൾ രാവിലെ 3 മണിക്ക് നമ്മൾ പോകും. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഡിങ് ഡിങ്. ബൈ.